ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഹാപ്പി ഡയറീസ് വിത്ത് ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എറണാകുളത്തുള്ള നമ്മുടെ ക്യൂൻ ബോപ്പയിലാണ് നിൽക്കുന്നത്, അതായത് നമ്മുടെ ഐ ലവ് കൊച്ചിയിൽ. അപ്പം നമ്മൾ അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന ഒന്നും ക്യാമറയിൽ വന്നിട്ടില്ല, റെക്കോർഡായിട്ടില്ല. കാരണം അവിടെ ഭയങ്കര വണ്ടിയുടെയും അതിൻ്റെ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞതൊന്നും അത് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വോയിസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ നിന്ന് നമ്മളൊരു 50 രൂപ കൊടുത്തിട്ട് അവിടെ ഉള്ളൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങി ഫില്ല് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ കുഞ്ഞിന് ഒരു ആഗ്രഹം, നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കടവന്ത്രയിലുള്ള ഫലൂദ ക്ലബ്ബിലേക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നമ്മളത് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണേ. യെസ്, അങ്ങനെ എല്ലാ ബ്ലോക്കും തരണം ചെയ്ത് നമ്മൾ ഫലൂദ ക്ലബിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കി ഒരു പട്ടി ഷോയൊക്കെ കാണിച്ച് നമ്മൾ നേരെ ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടുത്തെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഡോണറ്റ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ വന്ന് നമ്മുടെ സീറ്റിൽ കയറിയിരുന്നു. നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാനായിട്ടുള്ള മെനു ഒക്കെ ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവരത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുഡോ ഒക്കെ കളിക്കാൻ ശ്രമിച്ചു. ലുഡോൻ്റെ കാര്യത്തിൽ കുഞ്ഞു ഭയങ്കര കിങ്ങാണ് കേട്ടോ. അത് വീട്ടിൽ കളിക്കുമ്പോഴാണെങ്കിൽ അവൻ എന്നെ വെട്ടി ഒരു രക്ഷയില്ലാണ്ടാക്കാറുണ്ട്. അവിടെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവൻ ജയിച്ചോണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ടൈം പോയതറിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ലുഡോ ഒക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മൾ ബോർഡൊക്കെ മാറ്റി വെച്ചു. നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് വൻ ആൻഡ് ആ സാധനം ഒന്നുമല്ല, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാംഗോ മസ്താനി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം, പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫലൂദ, പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം. അത് നമ്മുടെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് ബ്ലൂബെറിയുടെ ആയിരുന്നു. ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഫസ്റ്റ് നോട്ടം പോയത് ബ്ലൂബെറിയിലോട്ടാണ് കേട്ടോ. അവൻ അത് ടേസ്റ്റ് ചെയ്തിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവൻ്റെ ആ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്കും പുതിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടെ തടാകുന്നതുകൊണ്ട് ഞാൻ നോക്കി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല റിച്ച് ക്രീമും നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എവിടെ പോയാലും അവന് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും ഓർഡർ ചെയ്തു. അതിന് ഞാനൊരു കടിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എൻ്റെ ഒരു ആരംഭമായിരുന്നു. എന്ത് തുടങ്ങുമ്പോഴും ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ ആരംഭിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ഉണ്ണി ഗണപതിക്ക് ഞാൻ ഫസ്റ്റ് കൊടുത്ത് അവൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഞാൻ എടുത്ത് കഴിച്ചത്. അത് നമുക്ക് ഫസ്റ്റായിട്ട് ഞാൻ എടുത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫലൂദയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്, വെറൈറ്റികളായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നേരെ ചെന്നത് മാംഗോ മസ്താനിയിലേക്കാണ്. ഒരു രക്ഷയില്ലാന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐസ്ക്രീം. അങ്ങനെ ഞങ്ങളും രണ്ടുപേരും കൂടെ ഒരു മൂന്നും തീർത്തോണ്ടിരിക്കുകയാണ് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഐസ്ക്രീമായിട്ട് ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടന്നത് ഗൈസ്. അങ്ങനെ അരിപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ മതിയായി, അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾ നിർത്തിയില്ല, ഞങ്ങൾ വീണ്ടും തുടങ്ങി. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി കഴിക്കുന്നില്ല, ഇത്രയും ടേസ്റ്റുള്ള ഒരു സാധനമല്ല, അങ്ങനെ കളയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കഴിച്ച് അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്ത് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരുപാട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.